1982 എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ ലാലേട്ടൻ്റെതായ പുറത്തിറങ്ങിയ സിനിമകൾ, ആ ഒരു സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മമ്മൂക്കയെ പോലെ തന്നെ ലാലേട്ടനും 81 എന്ന് പറയുന്ന ഒരു വർഷം വളരെ പ്രാധാന്യം നിറഞ്ഞൊരു വർഷമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായി തുടങ്ങിയൊരു വർഷമായിരുന്നു. അപ്പോൾ 82-ൽ ഇപ്പോൾ ഒരു ലിസ്റ്റ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ട് ഏകദേശം 14 സിനിമകളാണ് ലാലേട്ടൻ്റെ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം സപ്പോർട്ടിംഗ് റോളുകളോ വില്ലൻ റോളുകളോ ഒക്കെയാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ ആണെങ്കിൽ നമുക്കറിയാം, മമ്മൂക്ക കൂടുതലും ക്യാരക്ടർ റോളുകളും സപ്പോർട്ടിംഗ് റോളുകൾ അങ്ങനത്തെ റോൾസിലേക്കൊക്കെയാണ് ചെയ്തത്. ലാലേട്ടനത് കൂടുതലും കിട്ടിയിരുന്നത് ആ സമയത്ത് വില്ലൻ വേഷമാണ്. നമുക്കറിയാം ലാലേട്ടൻ വില്ലനായിട്ടാണ് വന്നത്. പിന്നെ കൂടുതലും ഒരു ടൈപ്പ് കാസ്റ്റ് ആവുന്ന കുറേ വില്ലൻ വേഷങ്ങളൊക്കെ അദ്ദേഹം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ അന്നത്തെ കാലം അതാണ്, അങ്ങനെ അധികം സെലക്റ്റീവ് ആവാനൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 82 എന്ന് പറയുന്ന ഒരു വർഷം ലാലേട്ടൻ അഭിനയിച്ച പ്രധാനപ്പെട്ട സിനിമകൾ, അല്ല ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്ന ബാലചന്ദ്ര മേനോൻ. അന്ന് അത്യാവശ്യം ഹിറ്റ് മേക്കറായി തിളങ്ങി നിൽക്കുന്ന സംവിധായകൻ തന്നെയാണ് ബാലചന്ദ്ര മേനോൻ. അദ്ദേഹം 70s സിനിമയിൽ വന്നു, 70s അവസാനം വന്നു, 80s മുഴുവനും നിറഞ്ഞു നിന്ന് ഒരു വർഷം 2-3 സിനിമകൾ മിനിമം ചെയ്തിരുന്ന ഒരു വ്യക്തി, സംവിധായകനും നടനും തന്നെയാണ് ബാലചന്ദ്ര മേനോൻ. അപ്പോൾ ഇതിൽ കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ നെടുമുടി വേണുവുണ്ട്, ലാലേട്ടനുമുണ്ട്, പിന്നെ ബാലചന്ദ്ര മേനോനും അതിലൊരു വേഷവും ചെയ്തിട്ടുണ്ട്. അത് ആ വർഷം ബാലചന്ദ്ര മേനോൻ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ആദ്യമായിട്ട് ലാലേട്ടന് ഒരു നായകതുല്യമായിട്ടുള്ള റോള് കൊടുത്തത് ഞാനാണ്, അത് ഈ ഒരു സിനിമയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു പേരുകെട്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷേ കുറച്ചൊരു നെഗറ്റീവ് ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉള്ള ഒരു സിനിമയാണ്. നമുക്ക് ആ ഒരു സിനിമയെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു സിനിമയിലേക്ക് ലാലേട്ടൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വേറൊരു കഥയുണ്ട്. അത് നമുക്ക് ആ ഒരു സിനിമയെക്കുറിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാം. പിന്നെ വേറൊരു വലിയൊരു സിനിമ പടയോട്ടം, അത് ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒക്കെ അവരുടെ ഒരു കരിയറിലെ ഒരു മികച്ച കഥാപാത്രം തന്നെ കിട്ടി. മികച്ച കഥാപാത്രത്തിലുപരി വലിയൊരു സിനിമയുടെ ഒരു ചരിത്രത്തിൽ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വലിയൊരു ഭാഗമായ ഒരു സിനിമ തന്നെയാണ് പടയോട്ടം. അതിൽ പ്രേം നസീറും അതുപോലെയുള്ളവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ശങ്കർ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എനിക്കും മമ്മൂക്ക, ലാലേട്ടൻ്റെ അച്ഛനായിട്ടാണ് അതിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ളത്. ഇത് 82-ൽ റിലീസായ ഒരു സിനിമയാണ്. പിന്നെ ആക്രോശം എന്ന് പറയുന്ന ഒരു സിനിമ, എ.ബി. രാജ് എന്ന് പറഞ്ഞ ഹിറ്റ് മേക്കർ, ഒരുപാട് നല്ല കമേഴ്ഷ്യൽ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സംവിധായകൻ എ.ബി. രാജ്, അദ്ദേഹത്തിൻ്റെ പ്രേം നസീറാണ് അതിലൊരു വേഷം. അതിലും നല്ലൊരു വേഷമാണ് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്. അത് ആ വർഷം ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഉള്ളത് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറയുന്നൊരു സിനിമ. അത് ശരിക്കും ശങ്കറാണ് അതിൻ്റെ ഒരു പ്രധാനം. അതിൽ ലാലേട്ടനെ കൊണ്ട് ശങ്കറിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഭദ്രൻ സംവിധാനം ചെയ്ത ഒരു സിനിമ. അതൊന്ന് ഭയങ്കര വിജയമായൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭദ്രൻ്റെ പിന്നീട് നമുക്കറിയാം സ്ഫടികം പോലത്തെ സിനിമകൾ, സ്ഫടികനും ഉടയവനും ഒളിമ്പിൻ അന്തോണി, അതൊക്കെ ലാലേട്ടൻ മികച്ച കഥാപാത്രങ്ങൾ കൊടുത്ത ഭദ്രൻ്റെ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ആ ദിവസം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, കാളിയമർദ്ദനം. കുറേ സിനിമകൾ, ഞാൻ എല്ലാ സിനിമകളുടെയും പേര് വായിക്കുന്നില്ല, പക്ഷെ പ്രധാനപ്പെട്ട സിനിമകൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിൽ ശരിക്ക് രതീഷും മമ്മൂക്കയും ഒക്കെയാണ്. ലാലേട്ടൻ അതിലൊരു വില്ലൻ റോളാണ് ചെയ്തിട്ടുള്ളത്. ഷെറീഫ് എന്ന് പറയുന്ന സംവിധായകൻ, നമുക്കറിയാം ഷെറീഫ് നമ്മുടെ അവളുടെ രാവുകളുടെയൊക്കെ റൈറ്ററാണ്. ഇതിൽ ഭയങ്കര ഒരു കൊടും വില്ലൻ തന്നെയാണ് അതിൽ ഈ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് സെറീന വഹാബാണ് അതിൻ്റെ നായിക എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ലാലേട്ടൻ ഈ പറഞ്ഞാൽ നമ്മുടെ വില്ലൻ റോളുകൾ ഇങ്ങനെ ചെയ്ത് നിൽക്കുന്ന, എന്താ പറയുക, കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാലമാണ് അതൊക്കെ. അങ്ങനെ ചെയ്ത ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഇതിലെല്ലാത്തിലും ലാലേട്ടൻ്റെതായ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇന്നും ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമ, സത്യനന്ദിക്കാട് ആദ്യമായിട്ട് സംവിധായകനായ ഒരു സിനിമയാണ്. സുകുമാരനാണ് ഒരു സിനിമയിലെ നായകൻ. പക്ഷേ ആ ഒരു സിനിമ നല്ല വിജയമായിരുന്നു. ആ സിനിമയിൽ ചെറിയൊരു റോളാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. അതിലൊരു കഥാപാത്രം, അവർ ഒരു വിവാഹം കഴിച്ചു പോകുന്ന ഒരു കല്യാണ ചെറുക്കനെ, ശരിക്കും പറഞ്ഞാൽ ഒരു സോങ്ങിൻ്റെ ഒരു ഭാഗവും അതിന് ശേഷം വരുന്ന ഒരു സീനൊക്കെ ഉള്ളൂ. ശരിക്കും ഒരു ഡയലോഗ് പോലും ലാലേട്ടൻ ആ സിനിമയിൽ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇവർ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ അതിൽ നല്ലൊരു സീൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സീൻ ഒഴിവാക്കേണ്ടി വന്നിരുന്നു, സത്യനന്ദിക്കാടിന് ആ ഒരു സീൻ. പക്ഷേ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ അവരുടെ ആ ഒരു പിന്നീട് ചരിത്രമായി മാറിയ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ തുടക്കം കുറിച്ചത് ഈ കുറുക്കൻ്റെ കല്യാണം എന്നുള്ള സിനിമയാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ, അതായത് ഒരുപാട് സംവിധായകരുടെ ആയിട്ട് വളരെയധികം ബന്ധം സ്ഥാപിക്കാനൊക്കെ പറ്റി, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ ഈ സംവിധായകർക്കൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു സിനിമകളും വർഷം ആണ് 1982 എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് അങ്ങോട്ട് 83 84 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല നല്ല ക്യാരക്ടർ റോളുകളും നല്ല നായക വേഷങ്ങളൊക്കെ ചെയ്യാൻ ലാലേട്ടനെ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ 82-ലെ സിനിമകൾ, ഇപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ സിനിമകൾ എനിക്ക് തോന്നിയ കുറച്ച് നല്ല സിനിമകളും അത്യാവശ്യം ഓടിയ സിനിമകളെന്നാണ്. ഇതിൽ ഞാൻ പറയാത്ത ഒരുപാട് സിനിമകളുണ്ടാവും. അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ, ഇതിലെ കഥാപാത്രങ്ങൾ, ലാലേട്ട കഥാപാത്രങ്ങൾ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് 83-ലെയും 84-ലെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 82-ൽ തന്നെ ഇതിലെ കുറച്ച് സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടയോട്ടം പോലത്തെ സിനിമകളും കേൾക്കാത്ത ശബ്ദത്തിൻ്റെയൊക്കെ പിന്നിൽ, അതിൻ്റെ ഒരു പിന്നാമ്പുറത്ത് ഒരുപാട് കഥകളുണ്ട്. അത് നമുക്ക് ഓരോ സിനിമകളെക്കുറിച്ച് എപ്പിസോഡ് പറയുമ്പോൾ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം.